ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ വ്ലോഗായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ ജനുവരി 17 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിനോടനുബന്ധിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരാണ് ആ കാണുന്ന മന്ദബുദ്ധികൾ. അതായത് ഞങ്ങൾ ഒരുമിച്ചാണ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത്. ഇതിൽ കൂട്ടത്തിൽ ഒരുത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര വൈറലാണ് അവൾ ഇൻസ്റ്റയിൽ. അപ്പൊ അവര് രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വന്നിട്ട് ഗൈസ്. പിന്നെ ഞാൻ അവർക്ക് ഉച്ചക്ക് വീട്ടിലുണ്ടാക്കിയ മന്തി കൊടുത്തു. മന്തി എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുത്തി. അപ്പൊ ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗിഫ്റ്റ് അൺബോക്സിങ്ങിലേക്ക് കടന്നിട്ട് അവരെനിക്ക് ഗിഫ്റ്റ് കേക്കാണ് വന്നത്. കൈ നിറയെ ഗിഫ്റ്റ് കേക്കാണ് വന്നത്. എനിക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയേട്ടാ. കുറെ ചോക്ലേറ്റ്സും പിന്നെ ഡ്രസ്സും ബാഗൊക്കെ കിട്ടി. നല്ല കിടക്കാച്ചി ബാഗും ഡ്രസ്സും ചോക്ലേറ്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയേട്ടാ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ ഒരു ഗിഫ്റ്റ് തന്നപ്പോൾ നമ്മൾ അത് 2 കൈയ്യിൽ സ്വീകരിച്ചു. ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആരൊക്കെ വന്നേനെ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വീട്ടിലേക്കൊക്കെ വിളിക്കണം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 18ാം വയസ്സിലെ ബർത്ത്ഡേക്കാണ് ഞാൻ എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. കാരണം വർക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ബിസിയാണ് ഗൈസ്. അപ്പം അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച ഫുഡ് ദഹിപ്പിക്കണമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിയാൻ പോയി ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ 2 ഫ്രണ്ട്സ് പോയി. കാരണം മാർക്ക് അത്യാവശ്യമായിട്ട് അവിടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ യാത്രയൊക്കെ ആക്കി. ഇതാണ് നമ്മുടെ ഐദർ നേഹ, ബാക്കിലിരുന്ന് പോകുന്നതല്ല. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ പോകാനുള്ളതുകൊണ്ട് വേഗം സ്ഥലം കഴിയാക്കി. പിന്നെ ബാക്കി 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ 3 പേരും കൂടിയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കായലൊക്കെ കാണിച്ചു. അവിടെ കുറച്ച് നേരം പർത്തേഷനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഫുള്ള് കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്തു. എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് കാണിക്കാൻ ആ കായൽ മാത്രമേ ഉള്ളൂ ഗൈസ്. കുറെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇവർ നടന്ന് തന്നെ വിഷമിച്ചു. കാരണം ഈ ഒരു വന്നക്കായൽ കാണാൻ വേണ്ടിയിട്ട് അവർ അവിടെ നിന്ന് ഇവിടം വരെ ഞാൻ നടച്ച്. അങ്ങനെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ പോയി ഗൈസ്. വീണ്ടും ഞങ്ങൾക്കൊക്കെ പിന്നെ ഞാൻ എൻ്റെ പപ്പീനെ നടത്താനിറക്കി. കാരണം അവനെന്നെ കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര കരച്ചിൽ. അവനെ നടക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ നടക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും ഉരുപ്പ് പിന്നെയും വന്നു പുറത്തേക്ക്. പിന്നെ അവൾക്ക് പട്ടീനെ പിടിക്കണമെന്ന് വാശി. അങ്ങനെ പട്ടീനെ പിടിക്കാൻ കൊടുത്ത് പട്ടീനെയൊക്കെ നടത്തിച്ച് ലാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ കയറി ഗൈസ്. ഓക്കെ ബൈ.